ഇങ്ങനെ കാല് കൊടുക്കുമ്പോഴത്തേക്കും വാഹനത്തിന്റെ വീല് സ്പിൻ ബാറ്ററി പാക്കുകളിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റന്റിലി ടോർക്ക് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് സേഫ്റ്റിയുടെ കൺസേണിലാണ് നെക്സ്റ്റ് വരുന്നത് 69 കിലോ വാട്ടിന്റെ OBD എന്ന് പറയുന്ന ഓൺ ബോർഡ് ചാർജിംഗ് സിസ്റ്റം AC മോട്ടറാണ് വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന മാരുതി സുസുക്കി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള ഇവിറ്റാരയാണ്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഈ ഒരു SUV ഡിസൈനിലേക്ക് മാരുതി സുസുക്കി കൊണ്ടുവന്നപ്പം അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആ ഒരു കണ്ടംപററി സ്റ്റൈൽ മാറ്റിയിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. സ്കൾപ്റ്റഡ് ആയിട്ടുള്ള ഒരു ബോണറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഹുഡിൽ തന്നെ നല്ല ക്യാരക്ടർ ലൈൻസ്, അത് നല്ല എയറോഡൈനാമിക്കിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ക്ലോസ്ഡ് നോസ് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലോഗോ, സുസുക്കിയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. നോർമലി ക്രോം ഫിനിഷ്ഡ് ആയിട്ടുള്ള ലോഗോ വരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു അലൂമിനിയം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ലോഗോയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തേക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ചങ്കി ബ്ലാക്ക് ഔട്ട് തീമിൽ വരുന്ന ഒരു ബമ്പറാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ബമ്പർ എന്ന് പറഞ്ഞാൽ പോരാ, ഇത് കണ്ടല്ലേ, നല്ലൊരു മൊസ്റ്റാഷ്യ ഡിസൈനിലൊക്കെയാണ് ഈ ഒരു ബമ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാണാൻ ഭയങ്കര രസമാണ്. ബമ്പറിൽ തന്നെ നമുക്ക് ഇവിടെയായിട്ട് ഇതിൻ്റെ എഡാസ് ലെവൽ 2ൻ്റെ റഡാർ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മോൾ ഭാഗത്തായിട്ട് 360 ക്യാമറയുടെ ക്യാമറ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഫ്രണ്ടിൽ 2 പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു പോർഷനിലേക്കായിട്ട് നല്ല എയർ ഡാമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. റിയർ താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലും അവിടെയും നല്ലൊരു എയർ ഡാം പൊസിഷൻസ് മാരുതി സുസുക്കി നൽകിയിട്ടുണ്ട്. ഈ എയർ ഡാംസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഏറ്റവും പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ കട്ട് ചെയ്ത എയറിനെ വേസ്റ്റ് ആക്കാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാരുതി സുസുക്കിയുടെ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട്. സോ നമ്മുടെ ബാറ്ററി, അതേപോലെ തന്നെ മോട്ടർ, അതിൻ്റെ OBD ഓൺ ബോർഡ് ചാർജിങ് സിസ്റ്റം, ഇതിനൊക്കെ ബെറ്റർ ആയിട്ടുള്ള കൂളിംഗ് ഈ ഒരു എയർ സിസ്റ്റം വഴി ലഭിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഈ ഒരു ലോഗോയുടെ ഏകദേശം ഷെയ്ഡ് വരുന്ന ഒരു അലൂമിനിയം ഷെയ്ഡ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബോക്സിനുള്ളിലാണ് നമ്മളുടെ ഫോഗ് ലാമ്പുകൾ വന്നിരിക്കുന്നത്. സോ ഈ വിറ്റാരയുടെ ഫോഗ് ലാമ്പ് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് മാരുതി സുസുക്കി നൽകിയിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ട് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു റോഡ് പ്രസൻസും ഒരു ഫ്രഷ് ഫീലും മാരുതി സുസുക്കി ഈ വിറ്റാരയ്ക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ഹെഡ്ലൈറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബൈ ഫംഗ്ഷനിങ് LED ഹെഡ്ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് പ്രൊജക്ടറാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു പോർഷനിൽ തന്നെ ബ്ലാക്ക് ഔട്ട് തീമിൽ ഒരു വൈ ഷേപ്പ്ഡ് LED DRLs നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കിതിൻ്റെ ഹുഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഇത് പൊക്കി കഴിയുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ ഇതിൻ്റെ ഹൃദയം ഇരിപ്പുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. സോ ഇതാണ് ഇതിൻ്റെ എഞ്ചിൻ റൂം എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മോട്ടറാണ്. ഇതിൻ്റെ മോൾ ഭാഗത്ത് വരുന്നതാണ് ഇതിൻ്റെ OBD എന്ന് പറയുന്നത്, ഓൺ ബോർഡ് ചാർജിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ബാറ്ററീനെ DC കറണ്ട് നൽകുന്നതിനെ AC കറണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇതിനുള്ളിൽ വരുന്നത് ഒരു AC മോട്ടറാണ് വരുന്നത്, അങ്ങനെ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ DC കറണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഫാസ്റ്റ് ചാർജർ, പുറത്തുനിന്ന് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കറണ്ടാണ് വരുന്നത്. സോ നമുക്ക് അതിനകത്ത് OBDക്ക് വേറൊന്നും ചെയ്യാൻ നേരെ ബാറ്ററിയിലേക്ക് സപ്ലൈ ചെയ്യുക. ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാമതിരിക്കുന്ന സെല്ലിനകത്തും 100ാമതിരിക്കുന്ന സെല്ലാണെന്നുണ്ടെങ്കിൽ 150ാമതിരിക്കുന്ന സെല്ലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരേപോലെ, എല്ലാം 10% എല്ലാം 10%, എല്ലാം 50% എല്ലാം 50%, ആ രീതിയിലായിരിക്കും ഇതിൻ്റെ ചാർജിങ് പോകുന്നത്. ദെൻ നമുക്കിതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കം വരാനായിട്ടുള്ളൊരു ഇതില്ലാത്ത ഒരു വാക്കം ബൂസ്റ്റർ സിസ്റ്റത്തിലൂടെയാണ് ഇതിൻ്റെ ബ്രേക്കിങ് പോകുന്നത്. അതേപോലെ തന്നെ ബാറ്ററിയുടെ കൂളൻ്റ് നമുക്കിവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് എഞ്ചിൻ ഓയിൽ എന്ന് പറയുന്ന ഒരു സംഭവം കൺസെപ്റ്റ് ഇതിനകത്ത് വരുന്നില്ല. സോ ബാറ്ററിയുടെ കൂളിംഗ് ഓയിലുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് മാറാം. അത് മാത്രമേ ഒരു പീരിയോഡിക് സർവീസിൽ ഒരു EVക്ക് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി വേണ്ടി വരുന്നുള്ളൂ. ദെൻ നമുക്ക് ഫ്യൂസ് ബോക്സ്, അതേപോലെ തന്നെ ലിഡ് ആസിഡ് ബാറ്ററി നമുക്കിവിടെ കാണാം. ഇത്രയൊക്കെയാണ് വരുന്നത്. പിന്നെ ദെൻ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ മാസ്റ്റർ പീസ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു കൊളീഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡുകളിലെല്ലാം കൊടുത്തിരിക്കുന്ന ഒരു അബ്സോർബിങ് സിസ്റ്റം ഉണ്ട്. അതായത് ഇതിൻ്റെ ഫോഴ്സിനെ പല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു ലോറി ആയിട്ട് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ലോറിയുടെ ഫോഴ്സിനെ പല രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് ഉള്ളിലേക്ക്, അതായത് ക്യാബിൻ്റെ ഉള്ളിലേക്കും അതേപോലെ തന്നെ ബാറ്ററി പാക്ക് ഇരിക്കുന്ന സൈഡിലേക്കും ഇതിൻ്റെ മാക്സിമം ഫോഴ്സിനെ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രാൻഡ് വിറ്റാര ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന പ്ലാറ്റ്ഫോം അതിന് വേണ്ടിയിട്ട് ഹൈടെക് EV പ്ലാറ്റ്ഫോമാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മാരുതി സുസുക്കിയുടെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് വാഹനങ്ങൾ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് മാരുതി സുസുക്കി. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും ഫസ്റ്റ് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഗ്ലാഡിങ്ങും വീലാർച്ചുമാണ്. സ്റ്റേർഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാഡിങ്ങും വീലാർച്ചുകളുമാണ് വന്നിരിക്കുന്നത്. ആ വീലാർച്ചിനോട് കണക്ട് ചെയ്ത് തന്നെ
ഡോർ ബീഡിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. സോ സൈഡ് പ്രൊഫൈലിലൊക്കെ ഉരച്ചിലോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യേണ്ടത്. താഴേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പീസ് മാത്രം നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതിയായിരിക്കും. ദെൻ ഇതിലേക്ക് നോക്കുമ്പോഴത്തേക്കും സൈഡ് പ്രൊഫൈൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് 19 ഇഞ്ച് വീൽസാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വാഹനം ഏകദേശം 15,000 കിലോമീറ്റേഴ്സോളം ഓടിയിട്ടുണ്ട്. പക്ഷേ ടയർ ഇനിയും ഓടാനായിട്ടുണ്ട്. സോ നമുക്ക് ഇ വിയിലേക്ക് വരുമ്പോഴത്തേക്കും മോസ്റ്റ്ലി ആളുകളിലേക്ക് ഒരു ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ എപ്പോഴും മാറ്റേണ്ടി വരുമെന്നാണ്. 15,000 കിലോമീറ്റർ ഓടിയിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ടയറുകൾ ഇതുവരെ റീപ്ലേസ് ചെയ്തിട്ടില്ല. ദെൻ ഇത് വന്നിരിക്കുന്നത് ലോ റോളിംഗ് റെസിസ്റ്റൻസ് ടയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ കോമ്പൗണ്ട് ചെറിയ ഡിഫറൻസ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് സ്മൂത്തറായിട്ടുള്ളൊരു വീലിങ്ങും ലെസ് സൗണ്ട്സും വരും. സോ ഇതാണ് ആ 19 ഇഞ്ച് വീൽസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ എയറോ ഇൻസേർട്ടുകളോട് കൂടിയിട്ടുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക ഇ വികളിലും ഈ എയറോ ഇൻസേർട്ട്സ് കൊടുത്തിട്ടുണ്ട്. സോ ബെറ്റർ ആയിട്ടുള്ള ഒരു എയറോ ഡൈനാമിക്കിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഈ കമ്പനികളെല്ലാം നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ കൂടുതൽ റേഞ്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് എന്ന രീതിയിലാണ് എവിടെയൊക്കെ എന്തൊക്കെ എയറോ ഡൈനാമിക്കിൽ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ഒരു വാഹനത്തിനുള്ളിൽ വന്നിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ വീൽ ബേസ് ആണ് 2700 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ വീൽ ബേസ് എന്ന് പറയുന്നത്. സോ ആലോചിച്ച് നോക്കണം, ഒരു ടൊയോട്ട ഇന്നോവയുടെ വീൽ ബേസ് എന്ന് പറയുന്നത് 2750 mm ആണ്. അപ്പോൾ അത്രയും വീൽ ബേസ് വരുന്നത് കൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ഉള്ളിലെ യാത്ര എന്ന് പറയുന്നത് വളരെ കംഫോർട്ടാണ്. ദെൻ 185 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. സോ സെൻറ്റർ തൊട്ട് ഇതിൻ്റെ ആദ്യ പോയിന്റ് എവിടെയാണോ അവിടം വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 185 ആണ്. ദെൻ ഇതിൻ്റെ അടിഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിക്ക് നല്ല പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഷീൽഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാറ്ററി ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോക്ക് അബ്സോർബിങ് രീതിയിലാണ്. അപ്പോൾ ഇമ്പാക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് അതൊന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഷോക്കിംഗ് സിസ്റ്റമാണ് ബാറ്ററിക്കുള്ളിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4275 mm ആണ്. സബ് 4 മീറ്ററിനുള്ളിൽ വരുന്ന വാഹനമല്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള വാഹനമാണ് വരുന്നത്. ദെൻ ORVMs ആണ്. ഇവരുടെ ട്രഡീഷണൽ ORVMs തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ മാരുതി സുസുക്കിയിൽ അതേപോലെ തന്നെ ഉണ്ടാവും. അപ്പം ഒരു നല്ലൊരു ORVM ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ വാഹനത്തിന് ഞാൻ പറഞ്ഞില്ലല്ലോ, നല്ല ക്യാരക്ടർ ലൈൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നിന്ന്. അതായത് എ പില്ലറിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഇങ്ങനൊരു കട്ടിങ്, അതേപോലെ ഇവിടെ ഒരു കട്ടിങ്, ഈ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ് വാഹനത്തിൻ്റെ ചാർജിങ് സിസ്റ്റം വന്നിരിക്കുന്നത്. സോ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് കണ്ടിട്ടായിരിക്കും ചാർജർ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മോസ്റ്റ്ലി കൂടുതൽ വാഹനങ്ങൾക്ക് ചാർജിങ് ചെയ്യാനായിട്ടുള്ള ബാക്ക് സൈഡിലല്ലാതെ ഫ്രണ്ടിലായതാണ് നേരെ കയറി കിടന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ക്യാരക്ടർ ലൈൻസ് ഒക്കെ ബാക്ക് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു ഭംഗി പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. വീലാർച്ചുകളൊക്കെ കണ്ടില്ലേ, വലിയ വീലാർച്ചുകളും നല്ല സസ്പെൻഷൻസുമാണ് കൊടുത്തിരിക്കുന്നത്. സോ സസ്പെൻഷൻ ട്രാവൽ നല്ല രീതിയിൽ ഈ വീലാർച്ചിനുള്ളിൽ നടക്കും. ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ്സുകളാണ് ഈ വിറ്റാരയ്ക്കകത്ത് ആൽഫ എന്ന് പറയുന്ന മോഡലുകൾ വരുന്നത്. സോ ടിൻറ്റഡ് ഗ്ലാസ്സുകൾ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഇൻഫ്രാറെഡുകളെ തടയുന്ന രീതിയിലുള്ള ടിൻറ്റഡ് ഗ്ലാസ്സുകളാണ് വരുന്നത്. ദെൻ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. മിസ്സിംഗ് ആയിട്ട് തോന്നുന്നൊരു പോർഷൻ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ റൂഫ് റെയിൽസ് ആണ്. റൂഫ് റെയിൽസ് മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം റൂഫ് റെയിൽസ് കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ വാഹനം കുറച്ചുകൂടെയൊക്കെ ഒരു അഗ്രസീവ് ഫീലും ഒരു സ്പോർട്ടി ഫീലും നമുക്കുണ്ടാവും. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പോർട്സ് കൂപ്പേ പോലെയാണ്. അതൊരു SUV കൂപ്പേ ഫീല് നമുക്ക് മാരുതി സുസുക്കി ഈ ഒരു ഈ വിറ്റാരയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും. ഞാൻ പറഞ്ഞായിരുന്നു 2700 mm ആണ് ഇതിൻ്റെ വീൽ ബേസ്. അതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ നിന്ന് ഞാൻ ഈ റിയർ സീറ്റിലൊന്ന് നിങ്ങളെ ഒന്ന് ഇരുന്ന് കാണിക്കാം. ജസ്റ്റ് ഇത് കണ്ടില്ലേ, എത്രത്തോളം സ്പേസ് ആണെന്ന് നോക്കിക്കണം. അതായത് ഈ സീറ്റ്സ് ഇപ്പോൾ മാക്സിമം ഇറക്കിയിട്ടിരുന്നാൽ പോലും എനിക്കിവിടെ കംഫോർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് വരും. അത്രയധികം സ്പേസ് ആണ് മാരുതി സുസുക്കി റിയറിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഗ്ലാസ് പാർട്ടുകളെല്ലാം വലുതാണ്. ദെൻ ഈ സീറ്റിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 40-20-40 40-20-40 അങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. നോർമലി നമ്മൾ കണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 60-40 ആയിരിക്കും. ഇതിനകത്ത് മാത്രം, അതായത് നമ്മുടെ ബാക്കിൽ വരുന്ന റിയർ ആംറസ്റ്റും കൂടെ നമുക്ക് മടക്കി കഴിഞ്ഞ് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റിയറിലേക്കുള്ള, അതായത് നമ്മളുടെ ബൂട്ട് സ്പേസ് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അത് ഞാൻ ബൂട്ട് സ്പേസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. റിയർ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ കണ്ടിരിക്കുന്ന ആ ഒരു മസ്കുലാരിറ്റി ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു കൂപ്പേ പോലെ കുറച്ച് ഒതുക്കി, എന്നാൽ ആ ഡിസൈനുകൾ എലമെൻറ്റുകളൊന്നും നഷ്ടപ്പെടാതെ തന്നെ മാരുതി സുസുക്കി ചെയ്തിട്ടുണ്ട്. ഇതൊരു ബെറ്റർ എയറോ ഡൈനാമിക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയും ചെയ്യുന്നത്. സോ റിയറിലേക്ക് വരുമ്പോൾ കുറച്ച് ചുരുക്കി വരുമ്പോഴത്തേക്കും എയറിനെ കട്ട് ചെയ്തതിൻ്റെ ഫ്ലോ വൈഡറായിട്ട് പോയിക്കോളും. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഡിഫോഗർ ലൈൻസ് കാണാനായിട്ട് പറ്റും. റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ഇൻ്റർഗ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്പോയിലർ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഗ്ലാസ് പാർട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയായിട്ട് LED ബ്രേക്ക് ലൈറ്റ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു കണക്റ്റിംഗ് അല്ല, നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയിൽ കാണുന്ന പോലെ കണക്റ്റഡ് LED ലൈറ്റ്സ് അല്ല വന്നിരിക്കുന്നത്. ഇത് 3 പീസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 1, 2, 3 പിന്നെ റിവേഴ്സ് ലൈറ്റ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വന്നിരിക്കുന്നത്. താഴ്ഭാഗത്തേക്ക് വരുമ്പോഴും നമുക്ക് ആ ഒരു ക്യാരക്ടർ ലൈൻസ്, സുസുക്കിയുടെ ലോഗോ, അതേപോലെ തന്നെ ഈ വിറ്റാരയുടെ ലോഗോ, ഈ ഒരു ഈ വിറ്റാരയുടെ ലോഗോയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ദെൻ ഓപ്പൺ ചെയ്യുന്ന പോർഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നമുക്ക് റിക്വസ്റ്റ് സ്വിച്ച് ഉണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഈ ഒരു ബമ്പറിന്റെ ആ ഒരു ബ്ലാക്ക് പോർഷനോട് ചേർന്നിട്ടാണ് ഇത് ഓപ്പൺ ആയിട്ട് വരുന്നത്. റിയറിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു 310 ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. 40 20 എന്ന് പറയുന്ന ആ ഒരു സീറ്റിംഗ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നടുക്കത്തെ സീറ്റ് നമുക്ക് നേരെ മറിച്ച് നമുക്ക് ഹാംറസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് എന്തെങ്കിലും സാധനം ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്നോ അല്ലെങ്കിൽ നമ്മുടെ ഡൈപ്പേഴ്സോ ഇതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു സെൻട്രലിലെ സീറ്റ് മാത്രം മടക്കിയിട്ട് നമുക്ക് ഇതിനുള്ളിൽ നിന്ന് എടുക്കാം. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സാണ്. നമുക്ക് റിയറിൽ ഇൻഫിനിറ്റിയുടെ ഒരു സബ് വൂഫർ കാണാനായിട്ട് വരും. അതേപോലെ തന്നെ ക്യാരീഡ് ആയിട്ടുള്ള ചെയ്യാനുള്ള ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഇൻ്റലിജൻറ്റ് ഡിസൈനിലാണ്. നമുക്ക് ടൂൾ ബോക്സ് അതേപോലെ തന്നെ ചെറിയ സാധനങ്ങളൊക്കെ ഇത് കണ്ടില്ലേ ഇങ്ങനെ വയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് സ്പെയർ വീലും വരുന്നുണ്ട്. ദെൻ ഈ ഒരു പോർഷനിലായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. റിയർ ഡിസൈനിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ബമ്പർ ഡിസൈനിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ സ്റ്റെപ്പ് കട്ട്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നല്ലൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് നല്ലൊരു എലമെൻ്റ് ആയിട്ടാണ് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനൊക്കെ കണ്ടില്ലേ നമ്മൾ വീടിൻ്റെ ഒരു അടിത്തറ പോലെ നല്ല സ്ട്രോങ് ആയിട്ട് ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള റിയർ ബമ്പർ പോർഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ വിറ്റാരയുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. സോ ഈ വിറ്റാരയുടെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും വളരെ പീസ് ഓഫ് മൈൻഡ് ആണ്, കാരണം EV ആണ്, സൗണ്ട്ലെസ് ആണ്. ദെൻ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് നോക്കുന്നത് ഇതിൻ്റെ സ്ക്രീൻസ് ആണ്. ഇതൊരു 10.1 നമുക്ക് ഡ്രൈവർ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്ന 10.25 ഇഞ്ചസിൻ്റെയും ക്ലസ്റ്റർ ഒരു മതിലിൽ കൊടുത്തിട്ടുണ്ട്. ചൈന വൻമതിൽ പോലെ ഡ്രൈവറുടെ മുന്നിലായിട്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഈ ഒരു ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് വീല് കുറച്ച് കോക്പിറ്റ്, അതായത് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ ഒരു സാധനം പോലെ നമുക്ക് കാണാം. അതിനുള്ളിലൂടെ കൃത്യമായിട്ടുള്ള വിഷ്വൽ നമുക്ക് ഈ ഒരു TFT സ്ക്രീൻ വഴി ലഭിക്കും. ഇനിയിപ്പോൾ ഈ ഒരു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വിച്ച് മോഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ജസ്റ്റ് സെൻറ്ററിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പാർക്കിൽ നിന്ന് ന്യൂട്രലിലേക്ക് വരും. ആ ന്യൂട്രലിൽ നിന്ന് നമ്മൾ ഡിയിലേക്ക് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഹോളിവുഡ് സയൻറ്റിഫിക് മൂവീസ് ഒക്കെ ഇല്ലേ അത് കാണുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എക്സ്പ്ലോഷനൊക്കെ വരത്തില്ലേ, അതുകൂട്ടൊരു സ്വിച്ചസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എഗെയിൻ ഞെക്കി കഴിഞ്ഞാൽ വീണ്ടും ന്യൂട്രലിലേക്ക് വരും. സോ ഞാനിവിടെ ഡ്രൈവിലേക്ക് വന്നു, നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കും. ഡ്രൈവറുടെ ക്ലസ്റ്ററിൽ നമുക്ക് ഡി മോഡ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എക്കോയിലാണ് വണ്ടി ഓടിക്കുന്നത്. ദെൻ നമ്മൾ ഈ ഒരു കാണുന്ന സാധനം നമ്മുടെ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർക്കിംഗ് ബ്രേക്ക് നമുക്ക് മാറ്റണമെന്നില്ല. ജസ്റ്റ് ഇങ്ങനെ നാച്ചുറലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്ക് ഡിസെൻഗേജ് ആവും. ദെൻ നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഒരു കുറച്ച് മഡായിട്ടുള്ള റോഡുകളിലൂടെയാണ് ഓടിക്കുന്നത്. വാഹനത്തിൻ്റെ ഗ്രിപ്പ് കാര്യങ്ങളെല്ലാം തന്നെ കിട്ടും. ഇതിനകത്ത് നമുക്ക് സ്നോ മോഡ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചസ് എല്ലാം തന്നെ ഈ ഒരു കണ്ടില്ലേ തമ്മിൽ ഭേദിച്ച് വെച്ചിരിക്കുകയാണ്. സോ രണ്ട് ക്യാബിനും തമ്മിൽ സെപ്പറേഷൻ ആയിട്ട് ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോൾ വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ ഇതുപോലുള്ള കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഇറങ്ങി ജസ്റ്റ് താഴേക്ക് ഇങ്ങനെ അടി തട്ടാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു വാഹനം കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് ഇപ്പോൾ തന്നെ ക്യാമറ എല്ലാ സാധനങ്ങളും ഓൺ ആയിട്ടുണ്ട്. സെൻസേഴ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിനിപ്പോൾ ലെവൽ 2 എഡാസ് ഉള്ളത് കാരണം തന്നെ എഡാസിൻ്റെ സെൻസേഴ്സും വർക്ക് ആകുന്നുണ്ട്. റഷ് ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്കിതിന് 185 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമ്മളിതിൻ്റെ അടിയൊന്നും തട്ടാതെ വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യാം. ഈ ഒരു വാഹനത്തിൻ്റെ ഹിൽ ഹോൾഡാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത്. ഹിൽ അസിസ്റ്റ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ വാഹനം ഹോൾഡ് ചെയ്ത് നിൽക്കുവാണ്. ഇപ്പോൾ അത് വിട്ടു. 3 സെക്കൻഡോളം നിന്നിട്ട് വാഹനം പിന്നിലേക്ക് പോകുന്നില്ല. ആ ഒരു സാധനം വിട്ടുപോയി എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രേക്ക് ചെയ്ത് ഹിൽ അസിസ്റ്റും അതേപോലെ തന്നെ ഓട്ടോ ഹോൾഡും തമ്മിൽ ആളുകൾക്ക് എപ്പോഴും മാറിപ്പോകാറുണ്ട്. ഫുള്ള് ബ്രേക്ക് അപ്ലൈ ചെയ്ത് നമ്മളിവിടെ ഒരു ഓട്ടോ ഹോൾഡിൻ്റെ സ്വിച്ച് ഉണ്ട്. നമ്മളിത് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്ലസ്റ്ററിൽ ഹോൾഡ് എന്ന് പറഞ്ഞൊരു വട്ടവും പിന്നെ ഒരു ഹാഫ് സർക്കിളും കാണിക്കുന്നതാണ് ഇതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി അനങ്ങത്തില്ല. 3 സെക്കൻഡ് എന്നല്ല 15 സെക്കൻഡ് എന്നല്ല 3 മണിക്കൂർ ചാർജ് തീരുന്നിടം വരെ ഇങ്ങനെ നിന്നിരിക്കും. ദെൻ നമുക്ക് എഗെയിൻ ആക്സിലറേറ്റർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഗെയിൻ വണ്ടി പിന്നെ മുന്നിലേക്ക് മൂവ് ചെയ്യും. നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ തന്നെ നിൽക്കും. കാലെടുത്ത് കഴിഞ്ഞാൽ പിന്നെയും വണ്ടി പോകത്തില്ല. വളരെ സ്മൂത്തറായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് മാരുതി സുസുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര രസമാണ്. ദെൻ വാഹനത്തിൻ്റെ ബാറ്ററി പാക്കുകളിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 49 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി വരുന്നുണ്ട്. 49 കിലോവാട്ടിൻ്റെ ബാറ്ററി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് വരുന്നത് 440 കിലോമീറ്ററാണ് MIDC റേഞ്ച് വരുന്നത്. ദെൻ അതിൻ്റെ പവർ ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 142 BHP പവറും 193 ന്യൂട്രൽ മീറ്റർ ഓഫ് ടോർക്ക് ഇൻസ്റ്റൻറ്റ് ടോർക്കും ആയിരിക്കും വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റലി ടോർക്ക് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ കാല് കൊടുക്കുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ വീല് സ്പിന്നാകാനുള്ള സാധ്യതകളുണ്ടാവും. ഈ ഇലക്ട്രിക് ഇൻസ്റ്റൻറ്റ് ടോർക്ക് വരുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഇൻസ്റ്റൻറ്റ് ടോർക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു കൺട്രോളിങ് യൂണിറ്റും കൂടെ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിന് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് 6 എയർ ബാഗ്, ABS, EBD, റിവേഴ്സ് സെൻസർ, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾസ്, ബ്രേക്ക് സ്വേ കൺട്രോൾസ്, അതേപോലെ തന്നെ ഈ ടോർക്കിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം, അങ്ങനെ കുറേ അധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ളിൽ മാരുതി സുസുക്കി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഹാർടെക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ഒരു ഡെഡിക്കേറ്റഡ് പ്ലാറ്റ്ഫോം തന്നെ സേഫ്റ്റിയുടെ കൺസേണിലാണ് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മാരുതി സുസുക്കിയിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു അൾട്രാ പ്രീമിയം
ഒരു ഡാഷ് ബോർഡാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ലെയർഡ് ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു റെഡ്, അതിലൊരു ബ്രൗണിഷ് ഫിനിഷ് ലെതറായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. വലിയ കാര്യമായിട്ടുള്ള റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്നില്ല, നല്ല വിസിബിൾ ആണ്. ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ വാഹനത്തിന്റെ എല്ലാ മൂലയിലേക്കും നമ്മുടെ കണ്ണുകൾ എത്തുന്ന രീതിയിലും, അതേപോലെ തന്നെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയലിലെ, അതായത് ORVM കാണുന്ന ആ ഒരു വിഷ്വലും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ദെൻ ഇതിന്റെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-way പവേർഡ് സീറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റാണ്. അതേപോലെ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സീറ്റ്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കംഫോർട്ടും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു സീറ്റ് നൽകുന്നുണ്ട്. ദെൻ നല്ല തൈ സപ്പോർട്ട് ഉണ്ട്. എഗെയിൻ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രൗൺ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിൽ ഒരു സ്റ്റോറേജ് സ്പേസും മാരുതി സുസുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ കൺസോളോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ പക്കയായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്ത് ഓടിക്കാൻ പറ്റും. ദെൻ റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും മിറേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഇലക്ട്രിക്കലി ഫങ്ഷനിലാണ്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രൗൺ ഫിനിഷുകൾ നമ്മുടെ ഡോർ പാഡുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഇൻഫിനിറ്റി സ്പീക്കേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇൻഫിനിറ്റിയുടെ സൗണ്ട് സിസ്റ്റമാണ്. അടിപൊളി സൗണ്ട് സിസ്റ്റമാണ്. വളരെ ക്ലാരിറ്റി, നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു DTS സൗണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് പക്കയായിട്ട് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട്. സെൻട്രൽ കൺസോളിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോഴത്തേക്കും ആക്സസ് കണ്ടോ, ചുമ്മാ ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സ്വിച്ചുകളും നമുക്ക് ഈസി ആക്സസ് ആണ്. മറ്റേതുപോലെ പെട്ടെന്ന് തപ്പിയെടുക്കാനായിട്ടോ നിൽക്കുകയൊന്നും വേണ്ട. ഈ ഒരു ഫ്രണ്ട് പോർഷനിലായിട്ട് പാർക്കിംഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡിന്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പിയാനോ ബ്ലാക്ക് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു പോർഷനിൽ നമ്മുടെ വയർലെസ് മാക്സൈഫ് ചാർജിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ദെൻ ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 49 കിലോവാട്ടിന്റെ ബാറ്ററി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് 61 കിലോവാട്ട്സിന്റെ ബാറ്ററിയാണ് വരുന്നത്. അത് ഏകദേശം 500+ റേഞ്ച് വരുന്നുണ്ട്. സോ അതും MIDC റേഞ്ച് ആണ് വരുന്നത്. അത് 500+ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നിയർലി കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വാഹനത്തിന് ഇവർ മാരുതി സുസുക്കി പറയുന്ന ആ ഒരു റേഞ്ചിന്റെ നിയർലി തന്നെ ഈ വാഹനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ അമ്പാട്ടുകട കോട്ടയം ജില്ലയിലെ ഈ മലരിക്കൽ പോലെ തന്നെ ആമ്പൽ വസന്തം ഉള്ളതാണ്. ഇപ്പം എല്ലാം ഈ ഉച്ച സമയമായതാണ് എല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി വൈകുന്നേരവും രാവിലെയൊക്കെ ആകുമ്പോൾ ഇത് വീണ്ടും വിരിയും. സോ നല്ലൊരു റോഡാണിത്, നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പ്രകൃതിയോടാണെങ്കിൽ തന്നെ നമ്മുടെ ഈ വിറ്റാര ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഇനി ഇപ്പോൾ ഇതിന്റെ വാറണ്ടിയിലേക്ക് വരുവാണെങ്കിൽ 8 years ആണ് ഇതിന്റെ ബാറ്ററിക്ക് മോട്ടറിന് വാറണ്ടി വരുന്നത്. വണ്ടിക്ക് വരുന്നത് 3 വർഷമാണ്. നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് വാറണ്ടി കൂട്ടാനായിട്ട് സാധിക്കും. സോ 61 കിലോവാട്ടിന്റെ ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിന് ഏകദേശം 172 bhp പവറാണ് ഈ വാഹനം നൽകുന്നത്. ടോർക്ക് സെയിം തന്നെയാണ്, 193 തന്നെയാണ് ടോർക്ക് വരുന്നത്. പിന്നെ ഡിപ്പെൻസ് ഓൺ ദ ഡ്രൈവർ, നിങ്ങൾ ഇതിൽ ഏത് വാഹനം സെലക്ട് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇതിന്റെ ടേണിംഗ് റേഡിയസ് ഞാൻ ജസ്റ്റ് ഒന്ന് സിമ്പിളി കാണിച്ചു തരാം. ഈ ഒരു ചെറിയ റോഡിൽ ഇവിടം വരെ വന്നു, റിവേഴ്സിലേക്ക് സെലക്ട് ചെയ്തു. 5.2 ആണ് ഇതിന്റെ ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത്. സിമ്പിളി വാഹനം തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നെ വന്നു. സ്റ്റിയറിംഗിലേക്ക് നമുക്ക് ഇഷ്ടംപോലെ കൺട്രോൾസ് വരുന്നുണ്ട്. അതിൽ തന്നെ സെൻട്രലായിട്ട് സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. പിന്നെ റൂഫ് കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ആണ്. ജസ്റ്റ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഈ ഒരു വാഹനത്തിനകത്ത് ഈ ഒരു ബ്രൗൺ ഫിനിഷ് വന്നിരിക്കുന്നത്. ഇതൊരു മോഡേൺ SUV ആണ്, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഒരു ഇലക്ട്രിക് വാഹനമാണ്. എന്നിരുന്നാൽ പോലും ഇതിന്റെ സ്വിച്ചസ് എല്ലാം ഫിസിക്കൽ സ്വിച്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റേതുപോലെ ടച്ച് ചെയ്ത് നമ്മളെ ഒരു ടോട്ടലി കൺഫ്യൂസ്ഡ് ആകുന്ന രീതിയിലല്ല, ആ ഒരു എസ്തെറ്റിക് ഒരു കാർ ഫീൽ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സ്വിച്ചസ് നമുക്കിവിടെ കാണാൻ പറ്റും. ദെൻ നമുക്കിവിടെ ഒരു നോബും കൊടുത്തിട്ടുണ്ട്. ഇനി AC വെന്റുകളെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടല്ലേ, ഒരു ഗ്രേ ഫിനിഷോട് കൂടിയിട്ടുള്ള AC വെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം തന്നെ മാരുതി സുസുക്കിയുടെ തന്നെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ്, അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ പുഷ് ബട്ടൺ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ദെൻ വണ്ടിയുടെ ഹാർഡർ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ചവിട്ടിന് തന്നെ വാഹനം നിൽക്കും. അതേപോലെ തന്നെ നമുക്കൊന്ന് വണ്ടി ഒന്ന് സോഫ്റ്റ് ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. വളരെ സ്മൂത്തറായിട്ട് നമ്മുടെ ഐസിനേക്കാളും കുറച്ചുകൂടെയൊക്കെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. സീറ്റിൽ വെന്റിലേഷൻസ് വരുന്നുണ്ട്. വെന്റിലേറ്റർ നമുക്ക് ഫിസിക്കൽ സ്വിച്ചസ് വരുന്നില്ല. ജസ്റ്റ് നമുക്കിതാ ഇവിടെ ഒന്ന് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ക്ലൈമറ്റിൽ വരുമ്പോഴത്തേക്കും നമുക്കിതാ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സീറ്റിലെ വെന്റിലേഷൻസ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സീറ്റിലേക്കുള്ള എയർ ഫ്ലോ വരും. ദെൻ നമുക്കിതിൻ്റെ ബാറ്ററിയെ പറ്റി സംസാരിക്കാം. ബാറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്കും ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന കണ്ടന്റിൽ ലിഥിയം അയോൺ ബാറ്ററീസ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാറ്ററി, അതായത് മാരുതി സുസുക്കിക്ക് ബാറ്ററി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടൻസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് BYD ആണ്. അപ്പോൾ BYDയുടെ ബാറ്ററീസ് സപ്ലൈ ചെയ്തിട്ട് ഇത് ഗുജറാത്തിലെ TDS എന്ന് പറയുന്നത് തോഷിബ ഡെൻസോ സുസുക്കി ഇവരാണ് ഈ ബാറ്ററി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ടൊയോട്ടയായിട്ട് കൊളാബറേഷനിൽ വരുന്ന വാഹനങ്ങളും ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഇത് ഇബെല്ലായി എന്ന് പറഞ്ഞിറക്കുന്നുണ്ട്, അതിനും അതേപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാരയ്ക്കും ഇൻവിക്ടോയ്ക്കും ഓൾസോ ദാറ്റ്
ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈബ്രിഡ്സ് ഉണ്ടല്ലോ, ആ ഹൈബ്രിഡ് മോഡൽസിനും എല്ലാം തന്നെ ബാറ്ററികൾ അല്ലെങ്കിൽ ബാറ്ററിയുടെ ഡെവലപ്മെന്റ്സ് എല്ലാം ചെയ്യുന്നത് ഈ ഒരു ഫാക്ടറിയാണ്. അപ്പോൾ അത് ഗുജറാത്തിലാണ് അവർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന്റെ കണ്ടൻസ് വരുന്നത് ലിഥിയം ഫെറസ് ഫോസ്ഫേറ്റ് ആണ്. നമുക്ക് EVയിൽ ലഭിക്കാവുന്നതിൽ വെച്ചിട്ട്, ഇന്ത്യയിൽ ലഭിക്കാവുന്നതിൽ വെച്ചിട്ട് നല്ല ബെസ്റ്റ് ബാറ്ററീസ് എന്ന് പറയുന്നത് LFP കണ്ടന്റിൽ വരുന്നതാണ്. NMCയേക്കാളും കുറച്ചുകൂടി. ഇപ്പോൾ NMCക്കും LFPക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ NMC കംപ്രഷൻ റേഷ്യോ, അതായത് നമുക്ക് ഫാസ്റ്റർ ആയിട്ട് നമുക്ക് അതിനകത്തേക്ക് ചാർജ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും തരും. പക്ഷേ ലൈഫ് കൂടുതൽ കിട്ടുന്നത് NMCയേക്കാളും ലൈഫ് കൂടുതൽ കിട്ടുന്നത് LFPക്കാണ്. പിന്നെ മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി നമ്മൾ വറിയിടാനുള്ള കാര്യമില്ല. 350+ സർവീസ് സെന്റേഴ്സ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സർവീസ് സെന്ററിലും തന്നെ EVയുടെ ചാർജിങ് ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. സോ ഇവരുടെ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഭയങ്കര കൂടുതലാണ്. ഇനിയിപ്പോൾ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് പുറത്തുനിന്ന് ചാർജ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞായിരുന്നു, പുറത്തുനിന്ന് ചാർജ് ചെയ്യാം. CCS2 കമ്പൈൻഡ് ചാർജിങ് സിസ്റ്റം ലെവൽ 2 ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് മെഴ്സഡീസ് ബെൻസിന്റെ ഷോറൂമിൽ ചെന്ന് അവരുടെ EVയുടെ ചാർജർ ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാം. ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ 100 kW ചാർജർ ആയിരിക്കും അവിടെ ഇരിക്കുന്നത്, നമുക്ക് ഇതിനകത്ത് 50 kW ചാർജർ ആയിരിക്കും സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇതിന്റെ ഓൺബോർഡ് ചാർജിങ് സിസ്റ്റം എന്ത് ചെയ്യും, ആ 50 kW ചാർജർ മാത്രം എടുത്തുകൊണ്ട് ബാറ്ററി ചാർജ് ആക്കി തരും. പരമാവധി നമ്മൾ ഫാസ്റ്റ് ചാർജിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അത്രയ്ക്കും നമുക്ക് പറ്റുന്നില്ലാതെ വരുന്ന സമയത്ത് മാത്രം നമ്മൾ ചെയ്യുക. പിന്നെ ഇതിനകത്ത് നമുക്ക് 2 ടൈപ്പ് ചാർജസ് വരുന്നുണ്ട്. ഒന്ന് ഹോം ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, തന്നെ നമുക്കൊരു അഡാപ്റ്റർ സെപ്പറേറ്റ്, നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ബന്ധു വീട്ടിലൊക്കെ പോയി നമുക്ക് അവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഈ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കയാണ്. കാരണം വാഹനം നല്ല വെയിറ്റ് വരുന്നുണ്ട്, ബാറ്ററിയുടെ വെയിറ്റോടെ കൂട്ടി കഴിയുമ്പോൾ നല്ല വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ ഡോസ് എല്ലാം തന്നെ നല്ല ടൈറ്റർ ആയിട്ടുള്ള ഡോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിന്റെ NVH ലെവൽ ഭയങ്കര കുറവാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള എയർ സർക്കുലേഷൻ്റെ സൗണ്ട് പോലും നമുക്ക് അത്ര കാര്യമായിട്ട് ഉള്ളിലേക്ക് വരുന്നില്ല. അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് മാരുതി സുസുക്കി ഇതിനെ മേക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ പിക്കപ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. 172 Nm ഓഫ് ടോക്ക് ഇൻസ്റ്റന്റലി പ്രൊഡ്യൂസ് ചെയ്യാണ്. സ്പോർട്സ് മോഡിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 0 to 100 ഒക്കെ നിസ്സാര സമയം കൊണ്ടാണ് വണ്ടി കയറി വരുന്നത്. അപ്പോൾ പെർഫോമൻസ് വൈസിലും മാരുതി സുസുക്കി ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു വാഹനത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ദെൻ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഐസ് എഞ്ചിൻസ് വിൽക്കുന്നത്, അവർക്ക് ആകെ ഒരു പെട്രോൾ എഞ്ചിനും പിന്നെ ഒരു CNG പിന്നെ ഹൈബ്രിഡ് എഞ്ചിൻസ് എല്ലാം സെയിം തന്നെയാണ്. 1.5 എഞ്ചിൻസിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഈ ഹൈബ്രിഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇപ്പം പെട്രോൾ എഞ്ചിൻസിലാണ് മോസ്റ്റ്ലി എല്ലാം ബേസിങ് പെട്രോൾ തന്നെയാണ്. ഒരു ഡീസൽ എഞ്ചിൻ ഇല്ലായിരുന്നു. എന്നിട്ട് പോലും രാജ്യത്ത് 49%, അതായത് നിയർലി 50% ഷെയർ ഹോൾഡ് ചെയ്യുന്നത് മാരുതിയാണ്. സസ്പെൻഷൻസ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡെഡിക്കേറ്റഡ് സസ്പെൻഷൻസ് ആണ്. EVക്ക് വേണ്ട ഒരു സസ്പെൻഷൻ ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഇതിന്റെ ബാറ്ററിക്ക് പോലും ആ ഒരു സസ്പെൻഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ വളവുകളിലൊക്കെ എടുത്ത് വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വാഹനത്തിന്റെ സ്റ്റെബിലിറ്റി പോകാതെ തന്നെ വാഹനത്തിന്റെ പെർഫോമൻസിനെയും അതേപോലെ തന്നെ റോഡുമായിട്ടുള്ള ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു E-Vitara ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ല, നമുക്ക് ജസ്റ്റ് ഈസി ആയിട്ട് വണ്ടീനെ നമ്മളൊരു ബൈക്ക് കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്തൊരു സിംഗിൾ പെയിൻ സൺറൂഫ് എന്ന് പറയാൻ പറ്റത്തില്ല, റൂഫിൻ്റെ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ലോ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വാഹനത്തിനുള്ളിൽ ലോ ലൈറ്റ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്ത് തരാം. ഇതും ടിൻഡഡ് ആയിട്ടുള്ളൊരു ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു സൺറൂഫാണ് വാഹനത്തിനുള്ളിൽ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫ്ലാറ്റ് ബോട്ടമാണ് താഴെ വന്നിരിക്കുന്നത്. നമ്മുടെ റിയർ സീറ്റിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും കംഫോർട്ട് കൂട്ടാനായിട്ട് ഇതിൻ്റെ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടാണ്. അതിനൊരു സെൻറ്റർ ടണൽ കൊടുത്തിട്ട് വന്നിട്ടില്ല. സെൻറ്ററിൽ നമുക്ക് ഈ ഒരു കൺസോൾ മാത്രമേ വിഭജനം കൊടുത്തിട്ടുള്ളൂ. ബാക്കിൽ നമുക്ക് അങ്ങനെ ഒരു വിഭജനം ഇല്ല. അപ്പോൾ കംഫോർട്ടായിട്ട് സെൻറ്ററിൽ നമുക്ക് ആളുകൾക്ക് ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ കൂടുതൽ ഡേറ്റാസൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇവൻ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കിട്ടാനായിട്ട് ഇച്ചിരി ഡിലേ ആവും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ കസ്റ്റമേഴ്സ് ഇപ്പം എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു E-Vitarയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാനായിട്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നതിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. E-Vitara എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.